അമ്മ എന്നെ ആ ചീത്ത പറഞ്ഞ് കണ്ണ് പൊട്ടിക്കുക. എണ്ണ തേക്കാണ്ട് തന്നെ 2 മണിക്കൂറായി ഇങ്ങടെ നീരാട്ടം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾ ലേശം എണ്ണ തലേ തേച്ചാലോ? എൻ്റെ പുന്നൂർക്കാവിലെ ഭഗവതി കുളിന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോ ഒരു കുളി? മുണ്ടിൽ അപ്പടി മണ്ണായിരുന്നു, ചുവന്ന മണ്ണ്. അതൊക്കെ തിരുമ്മി വെളുപ്പിച്ചപ്പോൾ സമയം പോയതറിഞ്ഞില്ല. മുണ്ട് തിരുമ്മ സോപ്പ് നിങ്ങൾ ചോദിച്ച് വാങ്ങിയില്ലാലോ? മുണ്ട് തിരുമ്മണ സോപ്പൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ലടോ. കല്ലുമ്മൽ തല്ലി വെളുപ്പിക്കും, അത്ര തന്നെ. കാശില്ലാത്തവർക്ക് എന്ത് സോപ്പാ? നിങ്ങളുടെ വീട്ടിൽ സോപ്പില്ലായിരിക്കാം, ഇവിടെ സോപ്പുണ്ട്, എണ്ണയുണ്ട്, ഒക്കെ ഉണ്ട്. എന്ത് ചോദിച്ചാലും തരും വലിയമ്മ. നല്ല ഐശ്വര്യമുള്ള അമ്മയാ. ശങ്കരൻ നായർ പറയും, പാഞ്ചാലിയുടെ ചോറ്റും പാത്ര, നാലപ്പാട്ട ചോറ്റും പാത്രം എന്ന്. ചോറ് തീരില്ല എന്ന് പറഞ്ഞാൽ പോരെ? ആര് വന്നാലും ചോറ് കൊടുക്കും. വിശന്ന വയറായിട്ട് ആരും ഇവിടുന്ന് മടങ്ങരുതെന്നാ വലിയമ്മയുടെ നിർബന്ധം. എൻ്റെ ഭാഗ്യം. അതെ, നിങ്ങളുടെ ഭാഗ്യം. എല്ലായിടത്തും നിൽക്കണ പോലെ അല്ലാട്ടോ ഇവിടെ നിൽക്കണത്. വേറെ എവിടെ നിൽക്കാൻ എൻ്റെ അമ്മാമ്മ എന്നെ പറഞ്ഞയക്കില്ല. ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല കേട്ടോ. പെൺകുട്ടികൾ ചീത്തയാവില്ല എന്ന് നല്ല ഉറപ്പാ. സ്വഭാവം കുറേ കൂടി നന്നാവും, അതാ ഉണ്ടാവുക. അതിഷ്ടണ്ടോ? ഇവിടുത്തെ അമ്മണിയമ്മ സന്ധ്യയ്ക്ക് വിളക്കിൻ്റെ ചോട്ടിൽ കുത്തിയിരുന്ന് ഒരു കൂട്ടം ശ്ലോകവും പാട്ടും വായിക്കണത് കേൾക്കണം. എനിക്ക് എല്ലാത്തിൻ്റെ അർത്ഥമൊന്നും തിരിയില്ല, പക്ഷേ എൻ്റെ കണ്ണീന്ന് കണ്ണീര് വീണോടങ്ങും. എനിക്ക് ആ രമണൻ്റെ പാട്ട് കേട്ട അപ്പം തുടങ്ങും കണ്ണീര് കുടുകുടാന്ന് വീഴാൻ. നിങ്ങളത് കേട്ടിട്ടില്ലേ രമണൻ്റെ കഥ? രമണനെ ചന്ദ്രിക ചതിച്ചത്. അയാൾ പോയി തൂങ്ങി ചത്തുട്ടാ. കാണാൻ നല്ല മനുഷ്യൻ. താൻ കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടില്ലേ. അമ്മണിയമ്മ വായിക്കണത് കേട്ടു, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ആണുങ്ങളാ പെണ്ണുങ്ങളെ ചതിക്കുക. ഊവരിക്കും. ഇന്നാരും ചതിച്ചിട്ടില്ല. തൻ്റെ ഭാഗ്യം. നിങ്ങളെ ചതിച്ചോ? ഞാനൊരു ഭാഗ്യമല്ലാത്തോളാ. കുഞ്ഞുകുട്ടി നെടുവീർപ്പിട്ട് നടത്തത്തിൻ്റെ ധൃതി കൂട്ടി. കുഞ്ഞുകുട്ടിക്ക് ഒരു ഉറുപ്പ്യ വേണാ? ഞാൻ ചോദിച്ചു. അതേപ്പോൾ നന്നായത്, ദേവകി കോപത്തോടെ പറഞ്ഞു. വന്ന് കയറിയിട്ട് ഒരു ദിവസമായിട്ടില്ല, അപ്പോഴേക്കും കുട്ടിയെ നിങ്ങൾ പാട്ടിലാക്കിയല്ലോ. ഞാൻ ഈ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് കാലം മറന്നു. ഈ കുട്ടി ഇക്ക് ഒരൊറ്റ കാശ് തന്നിട്ടില്ല. ഇന്നെ ആർക്കും വേണ്ടിയിരിക്കും. ഇക്ക് നിറയില്ലല്ലോ, ഇക്ക് തടിയില്ല. ഇന്നെ കണ്ട ആരും പറയില്ല, ഇതാ പോണു ഒരു സുന്ദരിന്ന്. ദേവകിയെ എണ്ണമയിലിന്ന് വിളിച്ചതാരാ? ഞാൻ ചോദിച്ചു. അത് ഞാൻ എന്നെ കൊന്നാലും പറയില്ല കുട്ടിയെ. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണ്ട കുട്ടിയെ. തനിക്ക് നായരുണ്ടോ? കുഞ്ഞുകുട്ടി ചോദിച്ചു. ദേവകി തിരിഞ്ഞു നിന്നു. എനിക്ക് നായരുണ്ടെങ്കിൽ എനിക്ക് ഗുണം, നിങ്ങൾക്കല്ലോ. ചോദിച്ചു എന്നേ ഉള്ളൂ. മറുപടി പറയണ്ടെങ്കിൽ പറയണ്ട. നിങ്ങളുടെ ചോദ്യത്തിന് ചുട്ട മറുപടി പറയൊക്കെ അറിയാം. ഇന്ന് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ വക്കാണത്തിന് നിൽക്കണ്ടാച്ചിട്ടാ ഞാൻ മിണ്ടാത്തത്. നിങ്ങളുടെ ഓരോ ദേവകി കുഞ്ഞുകുട്ടിയെ കരയിപ്പിച്ചു. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു. ആരാ കുഞ്ഞുകുട്ടി? മുത്തശ്ശി ചോദിച്ചു. ഇന്ന് വന്നിട്ടുള്ള ജോലിക്കാരി, കല്ലൂരുമേന്ന് വന്നിട്ടുള്ള കുഞ്ഞുകുട്ടി. ഞാൻ കണ്ടിട്ടില്ല, മുത്തശ്ശി പറഞ്ഞു. ദേവകി ആ കുഞ്ഞുകുട്ടിയെ കരയിപ്പിക്കുക. കരയേണ്ടവർ കരയട്ടെ. മുത്തശ്ശി വീണ്ടും വിരലുകൾ എണ്ണി നാമം ചൊല്ലിത്തുടങ്ങി. കുഞ്ഞുകുട്ടിയെപ്പറ്റി എല്ലാ ദിവസവും ദേവകി പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. കുഞ്ഞുകുട്ടി വസ്ത്രം മാറുവാൻ വടക്കേ അറയിൽ കയറിയാൽ ഉടനെ വാതിൽ പൂട്ടുമെന്നും അവൾ കുളപ്പുര അടച്ചതിനു ശേഷമാണ് കുളിക്കുവാൻ ഇറങ്ങുന്നതെന്നും ദേവകി ആവലാതിപ്പെട്ടു. ഒരെണക്കല്ലാത്ത യാതിയാ, ദേവകി പിറുപിറുത്തു. ഒരു സന്ധ്യയ്ക്ക് കുഞ്ഞുകുട്ടി നെല്ലിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് തേങ്ങിക്കരയുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ദേവകി മലമൂത്ര വിസർജനത്തിനായി നാലപ്പാട്ട് പറമ്പിനും വെളുത്തേടത്ത് പറമ്പിനും നടുവിൽ സ്ഥിതി ചെയ്തിരുന്ന കരുവാൻ്റെ പറമ്പ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിജന പ്രദേശത്തേക്ക് പോയിരിക്കുകയായിരുന്നു. നാലപ്പാട്ടെ സ്ത്രീകൾ തെക്കിനിയിൽ നാമം ചൊല്ലുകയും മാസികകൾ വായിക്കുകയും ചെയ്യുന്ന സമയം. തപ്പാലും കാത്ത് അമ്മാമൻ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന സമയം. കുഞ്ഞുകുട്ടിയുടെ തേങ്ങൽ കേട്ട് ഞാൻ വടക്കേ കോലായിലേക്ക് ഓടിച്ചെന്നു. നെല്ലിയുടെ ചുവട്ടിൽ ആ സന്ധ്യാവെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ വിളർത്തതായി എനിക്ക് തോന്നി. കുഞ്ഞുകുട്ടി, ഞാൻ ഉറക്കെ വിളിച്ചു. അവൾ മുഖം തിരിച്ചു. ഞാൻ പടികളിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ വസ്ത്രങ്ങൾക്ക് വിയർപ്പിൻ്റെ ദുർഗന്ധമുണ്ടായിരുന്നു, ഛർദിയുടെയും. കുഞ്ഞുകുട്ടി ഛർദിച്ച? ഞാൻ ചോദിച്ചു. ഉവ്വ് കുട്ടിയെ. തൊഴുത്തിൻ്റെ പിന്നിൽ അപ്പടി അങ്ങ് ഛർദിച്ചു. കുഞ്ഞുകുട്ടിക്ക് സുഖമില്ലേ? കുഞ്ഞുകുട്ടിക്ക് വയറുവേദനയ്ക്കുന്നുണ്ടാ? വയറുവേദന ഇല്ല,
സാരില്ലേ കുട്ടിയെ, കുഞ്ഞുട്ടി പച്ചപ്പുളിങ്ങ തിന്നു, അതുകൊണ്ടാ കുഞ്ഞുട്ടി ഛർദിച്ചത്. പച്ചപ്പുളിങ്ങ എന്തിനേ തിന്നത്? പച്ചപ്പുളിങ്ങ കണ്ടാ തുടങ്ങും അത് തിന്നാൻ പൂതി, തിന്നണ്ടേർന്നില്ല. തൊഴുത്തിൻ്റെ പിന്നിൽ അപ്പടി ഛർദിച്ചു. ഞാൻ പുറമൊഴിഞ്ഞ് തരണോ? അയ്യോ മോളെ, എൻ്റെ പുറം കുട്ടി ഒഴിയേ. വല്യമ്മ കണ്ട ഇനിയാ തല്ലി പുറത്താക്കുക. കുട്ടി ആത്തേക്ക് പൊക്കോളൂന്നേ. കുഞ്ഞുട്ടി ഇപ്പം വരാം, കഴുകിട്ട് വരാട്ടോ. നമുക്ക് കുട്ടിയെ വളയുടെ തുണ്ടുകൊണ്ട് മാല ഉണ്ടാക്കാം കേട്ടോ. കുട്ടിക്കറിയില്ലേ വളത്തുണ്ട് വിളക്കത്ത് കാണിച്ച് വളയ്ക്ക? കുഞ്ഞുട്ടി പഠിപ്പിച്ച് തരാട്ടാ. ഞാൻ തെക്കനിയിലേക്ക് പോട്ടെ. കുട്ടി പൊക്കോളാട്ടാ. കുഞ്ഞുട്ടി ഛർദിച്ചു എന്ന് വല്യമ്മോട് പറയരുത് കേട്ടാ. കുട്ടി പറയോ കുഞ്ഞുട്ടി ഛർദിച്ചു എന്ന്? ഇല്ല. ശമ്പളം വാങ്ങേണ്ട ദിവസമെങ്കിലും കുഞ്ഞുകുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും നാലപ്പാട്ട് വരുമെന്ന് അമ്മമ്മ പ്രതീക്ഷിച്ചു. ദേവകിയുടെ അമ്മമ്മ അവരുടെ കൊച്ചനിയനെയും കൊണ്ട് രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. ശങ്കരൻ്റെ അച്ഛൻ തലേ ദിവസം വൈകുന്നേരം വന്ന് കിഴക്കേ കോലായിലെ പത്തായത്തിന്മേൽ കിടന്നു ഉറങ്ങി. കുഞ്ഞുകുട്ടിയെ തേടി ആരും വന്നില്ല. കുഞ്ഞുകുട്ടിയുടെ ശമ്പളം ആർക്കാ അയക്കേണ്ടത്? അത് മേടിക്കാൻ ആരും വന്നില്ലല്ലോ. അമ്മമ്മ അവളോട് ചോദിച്ചു. എൻ്റെ ശമ്പളം എൻ്റെ കയ്യിൽ തന്നാൽ മതി, കുഞ്ഞുകുട്ടി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞുകുട്ടിയുടെ വീട്ടിലേക്ക് മണി ഓർഡർ അയക്കണ്ടേ? വേണ്ട വല്യമ്മേ, എൻ്റെ ശമ്പളം എൻ്റെ കയ്യിൽ തന്നാൽ മതി. ദേവകി അത് കേട്ട് അമർത്തി മൂളി. തള്ളയോടും തന്തയോടും സ്ഥായി ഉണ്ടാവില്ലായിരിക്കാം. ദേവകി പിറുവിറുത്തു. ഏത് കൊങ്ങുമെന്ന് അതിനെ ഇവിടേക്ക് കെട്ടി വലിച്ചതാവോ? ആത്മഗതം എന്നോണം ശങ്കരൻ അടുക്കളയിലെ ഇരുട്ടിൽ നിന്നുകൊണ്ട് ഒരശരീരി പുറപ്പെടുവിച്ചു. അമ്മമ്മ 5 രൂപയുടെ ഒരു നോട്ട് എടുത്ത് കുഞ്ഞുകുട്ടിയുടെ കൈത്തലത്തിൽ വെച്ചു കൊടുത്തു. അവൾ അത് തൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച് വീണ്ടും ചൂലെടുത്ത് നിലം അടിച്ചു വാരി തുടങ്ങി. രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അമ്മമ്മയോട് കുഞ്ഞുകുട്ടിയുടെ ദുഃഖത്തെപ്പറ്റി പറയാറുണ്ടായിരുന്നു. ദേവകി എപ്പോഴും കുഞ്ഞുകുട്ടിയെ വ്യസനിപ്പിക്കുന്നു, ഞാൻ ഒരിക്കൽ പറഞ്ഞു. അതിലെന്താ അത്ഭുതം? അമ്മമ്മ ചോദിച്ചു. കുഞ്ഞുകുട്ടിക്ക് നല്ല സൗന്ദര്യമുണ്ട്, ദേവകിക്ക് അത് കണ്ട് അസൂയ തോന്നും. അതിലെന്താ അത്ഭുതം? കുഞ്ഞുകുട്ടിയെ അമ്മമ്മ പറഞ്ഞയക്കില്ലവോ? ഞാൻ പറഞ്ഞയക്കണില്ല. ദേവകി എന്ത് നുണ പറഞ്ഞാലും അത് വിശ്വസിച്ചിട്ട് കുഞ്ഞുകുട്ടിയെ പറഞ്ഞയക്കരുത് കേട്ടോ. ശരി, ഞാൻ അവളെ പറഞ്ഞയക്കണില്ല. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് എന്നെ പഠിപ്പിക്കുവാൻ ചാമി അയ്യർ മാസ്റ്റർ വരുമായിരുന്നില്ല. അതുകൊണ്ടാവും അമ്മമ്മ എന്നെ വിളിച്ചുണർത്താതിരുന്നത്. ഞാൻ എഴുന്നേറ്റ് ചുവട്ടിലെത്തിയപ്പോൾ എനിക്ക് പല്ല് തേക്കുവാൻ ഉമിക്കരിയോ കുടിക്കുവാൻ ഗോതമ്പ് കാപ്പിയോ ആരും തയ്യാറാക്കി തന്നില്ല. വടക്കിനിയിൽ ആകെ ബഹളമായിരുന്നു. കുട്ടിയെ പിടിച്ചു മാറ്റി, കുട്ടികൾക്ക് കാണേണ്ട കാഴ്ചയല്ല ഇക്കാഴ്ച, കാര്യസ്ഥനായ മടപ്പിലായി ശങ്കുണ്ണി നായർ വിളിച്ചു പറഞ്ഞു. വിപത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ അമ്മമ്മ ആ വൃദ്ധനെ വിളിച്ചു വരുത്താറുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൈകൾ കുതറിക്കളഞ്ഞ് വടക്കറയിലേക്ക് നോക്കി. ചുവരുകളിൽ രക്തക്കറകൾ ഞാൻ കണ്ടു, നിലത്ത് രക്തക്കളങ്ങൾ. കുഞ്ഞുകുട്ടിയുടെ മെത്തപ്പായിൽ ചുവന്നു പതഞ്ഞ രക്തം. കുഞ്ഞുകുട്ടി ഭയന്ന് ഒരു മൂലയിൽ നിന്നിരുന്നു. അവളുടെ കൃഷ്ണമണികൾ പളുങ്കുകൂട്ടികളെ പോലെ തിളങ്ങി. ഒരുങ്ങിക്കോ, ഇപ്പോൾ തന്നെ എന്നെ കുടുംബത്ത് കൊണ്ടുപോയാക്കാം. ഒരു പുരുഷ ശബ്ദം വിളിച്ചു പറഞ്ഞു. അത് ശങ്കുണ്ണി നായരുടെ ശബ്ദമാണോ അതോ ശങ്കരൻ്റേതാണോ എന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഇനി ദൈവത്തോട് പ്രാർത്ഥിച്ച് വീട്ടിൽ കഴിഞ്ഞോളൂ, ഇവിടെ വരണ്ട, അമ്മമ്മ പറഞ്ഞു. ഇന്ന് ഇവിടുന്ന് മടക്കി അയക്കല്ലേ? കുഞ്ഞുകുട്ടി തേങ്ങി. ആരേ തന്നത് നിനക്ക് ഈ മരുന്ന്? അതിനെ ചീത്ത പറയേണ്ട ശങ്കുണ്ണിയാരെ, കരയിപ്പിച്ചിട്ട് എന്താ ഫലം? വരേണ്ടതൊക്കെ വന്നു, മുത്തശ്ശി പറഞ്ഞു. 4-ാം മാസത്തിലായിരിക്കും ഇവിടെ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു വയറ് കണ്ടാ പന്തിയല്ലെന്ന്. അപ്പോൾ എന്നെ ആരും വിശ്വസിച്ചില്ല, ദേവകി പറഞ്ഞു. തോണിക്കാരൻ ആരാ? അമ്മമ്മ കൃഷ്ണനോട് ചോദിച്ചു. കോന്തുണ്ടാവും, ആരും അറിയാണ്ടേ, അവിടെ കൊണ്ടാക്കിക്കൊള്ളും. കോന്തു പറഞ്ഞിട്ട് ഈ കാര്യം ആരും അറിയാൻ പോണില്ല. എൻ്റെ മോളെ കുഞ്ഞുട്ടീനെ അയക്കണ്ടെന്ന് പറയുമോ മോളെ? കുഞ്ഞുകുട്ടി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടിയെ തൊട്ട് അയത്താക്കണ്ട, ദേവകി പറഞ്ഞു. ദേവകി കമലയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നേ, അമ്മമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. കുഞ്ഞുകുട്ടി വലിയാരോടും പറയണ്ട കേട്ടോ, ഓളൊരു തേവിടിച്ചിയാ. തേവിടിച്ചി എന്ന് വെച്ചാൽ എന്താ? അതെ അപ്പോൾ നന്നായത്. തേവിടിച്ചി വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറഞ്ഞു തരിക? എനിക്ക് തേവിടിച്ചോളെ പരിചയമില്ലല്ലോ.
ഞാൻ ആദ്യമായി ഈ വകയിൽ ഒന്നിനെ കാണട്ടെ. ഓള് ഒടുവില് കുരുപ്പ് പിടിച്ച ചാവുക. അതിശുണ്ടോ? കുരുപ്പ് എന്ന് വെച്ചാൽ എന്താ? ഈ കുട്ടിയുടെ ഓരോ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് പെരുവിരലും വന്ന് കയറുക ഒരു തരിപ്പ്. എന്താ കുട്ടിയെ എന്നോട് എപ്പോഴും ചോദ്യം ചോദിക്കേണ്ട. കുട്ടിയുടെ മാഷോട് പോയി ചോദിച്ചോളാട്ടോ. ഏട് മാഷ് വരുമ്പോൾ ചോദിച്ചോളാട്ടോ. ചോദിച്ചതിനൊക്കെ മറുപടി പറയാക്കി ആരും ശമ്പളം തരുന്നില്ല. നില അടിച്ചു വരാനും മുണ്ട് തീരുമാനം നിർത്തിക്കാണ് എന്നെ. അതിച്ചുണ്ട. ഞാൻ തല കുലുക്കി. കുഞ്ഞുകുട്ടി പാവം, ഞാൻ പറഞ്ഞു. ദേവകി ഉച്ചത്തിൽ കാർക്കരിച്ചു മുറ്റത്തേക്ക് തുപ്പി. ഉഞ്ഞൂട്ടി, ഇനി അതിനെ മറന്നോളൂ കുട്ടിയെ. ഇനി ഇവിടുത്തെ പടി കയറില്ല. ഈ കുട്ടിയുടെ പേരെന്താ? മെലിഞ്ഞ് കരിവാളിച്ച ഒരു ശിശുവിന് മുല കൊടുത്തുകൊണ്ട് അമ്പലവളപ്പിൽ ഇരുന്നിരുന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു. ഇതിൻ്റെ പേര് ഏമലത. കുട്ടി മുലകുടി പെട്ടെന്ന് നിർത്തി എൻ്റെ നേർക്ക് നോക്കി. വായിൻ്റെ ഇടത്തെ കോണിലൂടെ മുലപ്പാൽ ഒഴുകുന്നുണ്ടായിരുന്നു. കുട്ടി ചിരിച്ചു. പല്ലുകളില്ലാത്ത മന്ദഹാസം. ഏമലതയുടെ തല മൊട്ടയടിച്ചിരുന്നു. അവളുടെ തലയോട്ടിൽ കറുത്ത ചിതമ്പലുകൾ കാണപ്പെട്ടു. കാലുകളിൽ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. വടുക്കൾ വീണ ആ ശുഷ്കിച്ച കാലുകളിൽ വെള്ളിത്തളകൾ ഉണ്ടായിരുന്നു. എന്താ ഈ കുട്ടിയുടെ തലയില്? ഞാൻ ചോദിച്ചു. അതിന് കരപ്പനയായിരുന്നു. ശങ്കുണ്ണിപ്പണിക്കാരുടെ ചികിത്സയാ. ഒപ്പം ഒത്തിരി വേദായി. ഇങ്ങോട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചതാ. ഗുരുവായൂർ സ്വർണം കൊണ്ട് ആളുരൂപം നിറഞ്ഞിരിക്കുക. ആൾരൂപം എന്ന് വെച്ചാൽ എന്താ? ഞാൻ ചോദിച്ചു. ഏമലതയുടെ രൂപം പോലെ സ്വർണത്തിൽ ഉണ്ടാക്കിയിട്ട് ഗുരുവായൂരെ നടക്കിൽ സമർപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ സൂക്കട് പറവർക്കും. കുട്ടി ഗുരുവായൂർ പോയിട്ടില്ലേ? ബാലാമണിയമ്മ കുട്ടികളെ ഗുരുവായൂർക്ക് കൊണ്ടുപോവാറില്ലേ? ബാലാമണിയമ്മ കുട്ടികളെ ഗുരുവായൂർ തൊഴാൻ കൊണ്ടുപോയില്ലെങ്കിൽ ഇങ്ങക്കെന്താ ചെയ്തോ? ദേവകി ധൃതിയിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ഉറക്കെ ചോദിച്ചു. ഇക്ക് ചെയ്തൊന്നുമില്ല. എൻ്റെ കുട്ടികളുടെ കാര്യം എനിക്ക് നോക്കണ്ടു. ബാക്കിയുള്ളവരുടെ കാര്യം അവരുടെ തള്ളാർ നോക്കിക്കോട്ടെ. ഹേമലതയുടെ അമ്മ തൻ്റെ പുള്ളി ബ്ലൗസ് കീഴോട്ട് വലിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടി എന്തിനാ എല്ലാവരോടും കയറി വർത്താനം പറയാൻ നിൽക്കണ്? എൻ്റെ കൂടെ അമ്പലത്തിൻ്റെ ആത്തേക്ക് വരായിരുന്നില്ലേ? അപ്പോൾ പറഞ്ഞു ദീപസ്തംഭം കാണണമെന്ന്. ദീപസ്തംഭം നോക്കി കണ്ടോളോ എന്നല്ലേ ഞാൻ പറഞ്ഞത്? കണ്ടവരോടൊക്കെ ലോഹിക്കാൻ പറയാൻ ഞാൻ പറഞ്ഞു. ദേവകി തൻ്റെ കോപം തീർക്കാൻ അമ്പലം ധൃതിയിൽ പ്രദക്ഷിണം വെച്ചു തുടങ്ങി. ഞാൻ അവളെ അനുഗമിക്കുവാൻ ശ്രമിച്ചു. ദേവകിയുടെ കാലടികളുടെ പിൻവശം വീണ്ടും കറുത്തുമിരുന്നിരുന്നു. അമ്പലമുറ്റത്തുള്ള കറുത്ത കല്ലുകൾ ചവിട്ടാതെ പ്രദക്ഷിണം വെക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു. എത്ര തവണയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കേണ്ടത്? ഞാൻ ചോദിച്ചു. ദേവകി തിരിഞ്ഞു നിന്ന് തൻ്റെ നാസിക വികസിപ്പിച്ചു. പാപം തീരുന്നവരെ എത്രണ്ട് പ്രദക്ഷിണം വെക്കണോ അത്രണ്ട് പുണ്യം കിട്ടും. എന്താ കുട്ടി കിതച്ചുടങ്ങിയാ? ഇല്ല. കിതയ്ക്കും, കിതയ്ക്കാണ്ടിരിക്കില്ല. കുട്ടിക്ക് വേദല്ല. അതിന് വല്ലതും കഴിക്കണ്ടേ? രാവിലെ ഒരു ദോശ തിന്നോണ്ടൊന്നും പ്രദക്ഷിണം വെക്കാനുള്ള തടിമിടുക്ക് കിട്ടില്ല കുട്ടിയെ. ദേവകി എന്തിച്ചിട്ടാ വെള്ളച്ചോറ് ഉണ്ണണ് എന്ന് നിശ്ചനുണ്ടാ? തടിമിടുക്ക് കിട്ടാനാ ആ പിച്ചള പാത്രം നിറച്ച് വെള്ളച്ചോറ് ഞാൻ കഴിക്കൂ. എനിക്കത് കഴിക്കാൻ കൂട്ടാനൊന്നും വേണ്ടേനു. 2 മുളകും കുറച്ച് കല്ലുപ്പും അതുടച്ച് ഞാൻ ആ വെള്ളച്ചോറ് അപ്പടി ആത്താക്കും. എപ്പോൾ? രാവിലെ മുറിയോളം അടിച്ചു വാരി തുടച്ചതിന് ശേഷം. പിന്നെ എനിക്ക് വിശക്കില്ല. ഉച്ചയാകുമ്പോൾ എച്ചിലെടുത്ത് നിലം തുടച്ചതിന് ശേഷം ഞാൻ ഉണ്ണാനിരിക്കൂ. ഉണ്ണാന്ന് വെച്ചാൽ കുട്ടി കാട്ടണ പോലെ 2 വറ്റ് നുള്ളി തിന്നലല്ല കേട്ടോ. 2 കോരിക ചോറ് ഞാൻ ആത്താക്കും. എനിക്ക് ഇന്ന കൂട്ടാൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. പുളിങ്കറി കിട്ടിയാൽ തിരേറെ സന്തോഷം. ചേമ്പും പുളിങ്കറി. ഞങ്ങൾ വീണ്ടും ഏമലതയുടെ സമീപത്തെ എത്തി. ഞാൻ കുട്ടിയെ നോക്കി വിളിച്ചു. ഏമലതേ. കുട്ടി വീണ്ടും തൻ്റെ ഒഴിഞ്ഞ മോണകൾ പ്രദർശിപ്പിച്ച് പുഞ്ചിരി തൂകി. ഈ കുട്ടിക്ക് ഗാന്ധിജിയുടെ ചായ, ഞാൻ പറഞ്ഞു. അതേപ്പോ നന്നായത്, ദേവകി ദേഷ്യത്തോടെ പറഞ്ഞു. എങ്ങാണ്ടോ കിടക്കണ ഗാന്ധിയുടെ മുഖച്ചായ ഈ കുട്ടിക്ക് എങ്ങനെയാ വരുന്നത്? കുട്ടി തൊള്ളേ തോന്നിയതൊക്കെ പറയാൻ നിൽക്കണ്ട. ഏമലതയുടെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ദേവകി തുടർന്നു. ഈ കുട്ടി കൽക്കട്ടയിൽ വളർന്ന കുട്ടിയാ. അതിനെന്താ പറയുക, എന്താ പറയാണ്ടിരിക്കുക എന്നൊന്നും അറിയില്ല. അത് വല്ലതും പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
കുട്ടിയല്ലേ, അതിനൊന്നും ഉശല്യ. നാലപ്പാട്ടിന്ന് വല്യമ്മ വന്നിട്ടുണ്ട്, അമ്പലത്തിൻ്റെ അകത്ത് തൊഴുന്നുണ്ട്. പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ടേ ഞങ്ങൾ മടങ്ങൂ. കുട്ടി പറയണത് കേട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഏമലതയുടെ അമ്മ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. പിന്നീട് കുനിഞ്ഞ് തൻ്റെ മകളെ വാരിയെടുത്ത് ഒക്കത്ത് വെച്ചു. അവരുടെ മുണ്ട് കിഴിഞ്ഞു പോയിരുന്നതിനാൽ കുഴിഞ്ഞ പൊക്കിളും അതിനു ചുറ്റുമുള്ള വെളുത്ത പാടുകളും ഞാൻ അതിശയത്തോടെ നോക്കിക്കണ്ടു. അവരുടെ അന്യോന്യം സ്പർശിക്കാത്ത കാൽവിരലുകൾ പനയോല വിശറികളെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ എവിടുന്നാ? ദേവകി ചോദിച്ചു. ഞാൻ കടിക്കാട്ടുന്ന് വന്നതാ. കുട്ടിയുടെ ആണ്ടപ്പറന്നാളാ, സദ്യ ഉണ്ട്, അതിന് വന്നതാ. അത്രണ്ട് നിർബന്ധിച്ചു, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. എവിടെ സദ്യ ഉണ്ണാൻ നടക്കാൻ നേരം. ഇത് എൻ്റെ 5ാമത്തെ കുട്ടിയാ, മൂത്തേന് 7 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ കൊല്ലം പേറല്ലേ. ആ, ദൈവം തരുമ്പോൾ വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ആദ്യത്തെ പെൺകുട്ടി, ഏമലത. ബാക്കിയുള്ളവർക്കൊക്കെ എൻ്റെ അമ്മാമ്മ പേരിട്ടു. രാഘവൻ, പ്രഭാകരൻ, ഗോപാലൻ, ഗോവിന്ദൻ. ഇതിൻ്റെ പേര് അമ്മാമ്മയല്ല തിരഞ്ഞെടുത്തത്, ഇതിൻ്റെ അച്ഛൻ തന്നെയാ പറഞ്ഞത് ഏമലതാന്ന് പേരിടണമെന്ന്. ആദ്യത്തെ പെണ്ണല്ലേ, തറവാട്ടിലെ സന്തതി. ഇത് വലുതായിട്ട് സ്വയംവരം കഴിച്ച് പെറ്റിട്ട് വേണ്ട എൻ്റെ അടുത്ത് കുട്ടികളുണ്ടാവാൻ. ബാലാരിഷ്ടാണേ. പണിക്കരെ കൊണ്ട് ജാതകം എഴുതിച്ചു. 10 വയസ്സ് വരെ ബാലാരിഷ്ട. അത് ശരിയാ പറഞ്ഞേ. പിന്നെ അതിനൊരു സുഖം ഉണ്ടായിട്ടില്ല. കൊരയും പനിയും വയറിളക്കവും ഛർദി, കരപ്പൻ, ഗ്രഹണിയും ഒക്കെ അതിനുണ്ട്. ഏമലതയ്ക്ക് ഇല്ലാത്ത സൂക്കട് ലോകത്തിലില്ല. എത്ര കാശാ ചിലവായത്. കഷായവും കാച്ചിയെണ്ണയും ഒക്കെ കൂടി എത്ര കാശാ ചിലവായത്. എന്നാലും നിങ്ങൾക്ക് കുട്ടീനെ കിട്ടിയില്ലോ, ദേവകി പറഞ്ഞു. അവൾ തൻ്റെ തലയോട്ടിൽ നിന്ന് ഒരു പേൻ എടുത്ത് നഖത്തിൽ വെച്ച് മറ്റൊരു നഖം കൊണ്ട് അതിനെ ചതച്ചു. എന്നിട്ട് ചോരക്കറയുള്ള ആ കൈ മുണ്ടിൽ തുടച്ചു. അത് ശരിയാ, കുട്ടിയെ കിട്ടിയില്ലോ. കാശ് പോയാലും ഏമലതയെ കിട്ടിയില്ലോ. നമ്മുടെ തെണ്ടിയത്തുണ്ടൊരേമലത. അതിനൊരു നിങ്ങളുടെ പേരെന്താ? ഏമലതയുടെ അമ്മ ദേവകിയോട് ചോദിച്ചു. എൻ്റെ പേര് ദേവകീന്ന്. എൻ്റെ നാട് നന്നമുക്ക. ഇങ്ങളെ കണ്ടിടുമ്പോൾ ഒക്കെ ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് പറഞ്ഞു തന്നത്. വല്ലവരും എൻ്റെ പേര് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാ. പേരെന്താന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറയും എൻ്റെ പേര് പേരയ്ക്കാന്ന്. പേരയ്ക്ക. ദേവകി തൻ്റെ ഫലിതത്തിൽ മുഴുകി എന്ന മട്ടിൽ ഉറക്കെ ചിരിച്ചു. അമ്പലനടയിൽ ദീപസ്തംഭത്തിന് മുമ്പിൽ തൊഴുതുകൊണ്ട് നിന്നിരുന്ന പുരുഷന്മാർ അവളെ നോക്കി. ആ നോക്കണു നിങ്ങളെ, ഏമലതയുടെ അമ്മ പറഞ്ഞു. ആര്? ദേവകി ചോദിച്ചു. തൊഴാൻ നിൽക്കണ ആണുങ്ങൾ. നിങ്ങളെ ചെറിയ കേട്ടിട്ടാ അവർ നിങ്ങളെ നോക്കണ്ടോര് നോക്കട്ടെ. എന്താ ചെയ്തോ? മേലാകെ കറുത്ത രോമം മുളച്ച ചിലവർ തൊഴുതുകൊണ്ട് നിൽക്കണ്ടിച്ചിട്ട് ഇക്ക് ചെറുക്കാണ്ട് എൻ്റെ വായയും പൊത്തി നിൽക്കാൻ പറ്റുമോ? പെൺകുട്ടിയോൾ ചെറുക്കണത് നോക്കിക്കൊണ്ട് നിൽക്കാൻ അമ്പലത്തിലേക്ക് എഴുന്നള്ളണത്? കോയിന്നോരത്തെ തേവരെ കാണാനാ ബാക്കിയുള്ളവർ ഇവിടെ വരുന്നത്? ഒന്നും മിണ്ടാണ്ട നിൽക്കും ദേവകിയമ്മേ, ഏമലതയുടെ അമ്മ പറഞ്ഞു. എൻ്റെ വർത്താനം നിങ്ങൾക്ക് പിടിക്കണില്ലെങ്കിൽ നിങ്ങൾ കുട്ടിയും കൊണ്ട് കുടിക്കാട്ടേക്ക് തന്നെ പോയിക്കോളി. എൻ്റെ വായ അടക്കിയ ഈ ഭൂമിയിൽ ആരെക്കൊണ്ട് സാധിക്കില്ല. ആരെയും പേടില്ല. വല്യമ്മയുടെ തൊഴിൽ കഴിഞ്ഞാൽ ഞാൻ പോവും. കുപ്പായവും വെനിയനും ഊരിയിട്ട് രോമം കാണിച്ചുകൊണ്ട് തൊഴാൻ നിൽക്കണ നായന്മാരെ നോക്കലല്ല എൻ്റെ ജോലി. ഈ കുട്ടിയെ നോക്കലാ. അവിടെ എത്തിയിട്ട് വേണം പഠിപ്പുരയിൽ മോള് നടുവിൽ ഇറയിലും നിലം തുടച്ച് കോസറിയോള് ഇരിക്കുക. ഒവറയിലൊക്കെ വെള്ളം കൊണ്ടേ വെക്കണം, കുടിക്കാൻ ചുക്കുവെള്ളം വെക്കണം. വർത്താനം പറഞ്ഞു കൊടുക്കാൻ സമയമല്ല. എന്ത് പറ്റി വല്യമ്മക്ക്? നേരം കുറേ ആയില്ലോ. ഞാൻ പോയി നോക്കട്ടെ. കുട്ടി ഇവിടുന്ന് ഇളകരുത് കേട്ടോ, വല്ലവരും പിടിച്ചോണ്ടു. ദേവകി പോയി നോക്കട്ടെ. വല്യമ്മ എന്താ ചെയ്യണെന്ന്? ദേവകി അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഏമലതയുടെ അമ്മ എന്നോട് ചോദിച്ചു. കുട്ടിയുടെ അമ്മയും അച്ഛനും എന്തേ തൊഴാൻ വരാത്ത? അവരിവിടെ ഇല്ല. കൽക്കത്തയിലാ. അതെവിടെയാ? എനിക്കറിയില്ല. അമ്മമ്മയുടെ കയ്യും പിടിച്ച് ഒരു തോട്ടിൽ കൂടി നാലപ്പാടേക്ക് മടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ പേര് ഏമലത എന്നത്രേ. ഏമലതയാ? ഹേമലതയാവും. ഏമലത എന്നൊരു പേരില്ല. വല്യമ്മേ, ഞാനും കേട്ടു. അതിൻ്റെ അമ്മ അതിനെ ഏമലത എന്നാണ് വിളിച്ചത്. കുട്ടി പറയണത് സത്യ. ഏമലത എന്നുള്ള പേര് ഞാൻ ആദ്യം കേൾക്കണ്, അമ്മമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
കുട്ടി ഒരൊസ്തൂനും കൊള്ളില്ല, പക്ഷെ അതിൻ്റെ പേര് തന്നിട്ടാ, ദേവകി അഭിപ്രായപ്പെട്ടു. ഇത്തവണ ഒരൊസ്തുല്ല. മടുപ്പിലായി ശങ്കുണ്ണി നായർ തെക്കിനിയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മച്ചിൻ്റെ മുമ്പിൽ ഇരുന്ന് തൈര് കലക്കുകയായിരുന്ന അമ്മമ്മ പെട്ടെന്ന് വിളർത്തു. അവർ എഴുന്നേറ്റു നിന്നപ്പോൾ ഞാനും ധൃതിയിൽ എഴുന്നേറ്റു. എത്ര തേങ്ങ ഉണ്ടായിരുന്നു? അമ്മമ്മ ചോദിച്ചു. ശങ്കുണ്ണി നായർ വായിലുള്ള താമ്പൂല രസം മുറ്റത്തേക്ക് തുപ്പി. കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പാതി, അയാൾ പറഞ്ഞു. മുക്കാലും അഞ്ഞിങ്ങയാ. എങ്ങനെയാ തേങ്ങ ഉണ്ടാവുക? തെങ്ങിൻ്റെ കട മാന്തിയിട്ട് കാലെത്രയായി? വളം കൊണ്ടടിയിച്ചിട്ട് കാലെത്രയായി? അമ്മമ്മയോടുള്ള അവജ്ഞ പ്രദർശിപ്പിക്കാനാവാം അയാൾ തൻ്റെ കൈകൾ ശക്തിയോടെ കുടഞ്ഞു. കൈകളിൽ നിന്ന് വെള്ളം കുടഞ്ഞു കളയുകയാണ് ആ വൃദ്ധൻ എന്നു ഞാൻ തെറ്റിദ്ധരിച്ചു. അടുത്തു ചെന്ന് ഒരു കൈത്തലം തൊട്ട് നോക്കിയപ്പോൾ തൊലി പരുപരുത്തതും വരണ്ടതുമായി എനിക്ക് തോന്നി. വാക്കേല പറമ്പിലെ സ്ഥിതി എന്താ? അമ്മമ്മ ചോദിച്ചു. ഒരു വസ്തു ഇല്ല. അയാൾ വീണ്ടും കൈകൾ കുടഞ്ഞു. ചാന്നാത്തേല പറമ്പിലോ? വസ്തു ഇല്ലാന്നേ. മടപ്പിലായി പറമ്പിലോ? അവിടെ കുറെ വഞ്ഞങ്ങ വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ പറക്കി ഇവിടുത്തെ ബർഗ് വരയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്താ ചെയ്യുക? കിട്ടിയത് കിട്ടി. പണം തന്നോളോ. അമ്മമ്മ കൈ നീട്ടി. കാര്യസ്ഥൻ മടിക്കുത്തിൽ നിന്ന് മുഷിഞ്ഞ നോട്ടുകൾ എടുത്ത് അമ്മമ്മയ്ക്ക് കൊടുത്തു. എല്ലാം കൂടി എത്ര ഉണ്ടാവും ശങ്കുണ്ണിയാരെ? അമ്മമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതി അത്ര തന്നെ. അമ്മമ്മ പണം 2 തവണ എണ്ണി. എന്നിട്ട് അതും കൊണ്ട് മുകളിലേക്ക് പോയി. അമ്മമ്മ തൻ്റെ മുണ്ടിൻ പെട്ടിയിൽ പണം സൂക്ഷിച്ചു വെക്കുന്നതും താക്കോൽ വാതിൽപ്പടിമേൽ ഒളിപ്പിക്കുന്നതും ഞാൻ കാണാറുണ്ടായിരുന്നു. വല്ലാത്ത ചൂടാ വെയിലിന്. ഞാൻ കുറച്ചിവിടെ ഇരിക്കട്ടെ, ശങ്കുണ്ണി നായർ എന്നോട് പറഞ്ഞു. ഇടത്ത് ഭാഗത്ത് കെട്ടിവെച്ചിരിക്കും. അരയിൽ തോർത്തും കെട്ടി വേഗത്തിൽ നടന്നു വരുമ്പോൾ ആ വൃദ്ധൻ കൃതയ്ക്കാറുണ്ടായിരുന്നു. നെറ്റിയിലും നെഞ്ചത്തും കൈത്തണ്ടമേലും ഭസ്മം നനച്ച് കുറിയിട്ടിരുന്നു അയാൾ വരുമ്പോഴൊക്കെ എൻ്റെ പാവം അമ്മമ്മ ചെയ്യുന്ന ജോലി മുഴുമിക്കാതെ തന്നെ എഴുന്നേറ്റ് തെക്കിനിയുടെ തെക്കോട്ടുള്ള വാതിൽക്കൽ ഓടിയെത്തുമായിരുന്നു. തേങ്ങയും മടലും ഓലയും വിറ്റുകിട്ടുന്ന പണം അയാൾ അമ്മമ്മയെ ഏൽപ്പിച്ചു. അതും അച്ഛൻ കൽക്കത്തയിൽ നിന്ന് ഞങ്ങളുടെ ആവശ്യത്തിനായി അയച്ച പണവും അമ്മമ്മ ഗൃഹഭരണത്തിനായി ഉപയോഗിച്ചു. കർക്കടമാസ വരുന്ന്. കുറച്ച് ചെലവ് ചെയ്താ ഇനിയത്തെ തെങ്ങ് കയറ്റത്തിൽ നല്ല ആദായം കിട്ടൂ. ഞാൻ എത്ര തവണ അയച്ചിട്ടാ പറയുക? ആ VN നായർക്ക് ഒരു കത്തയച്ചാൽ പോരെ? കാശില്ലെങ്കിൽ കൽക്കത്തയിൽ നിന്ന് അയച്ചു തരൂലോ. ഇവിടുത്തെ തെങ്ങ് കായ്ച്ച ഇവിടുത്തെ പെൺകുട്ടിയൊക്കെയല്ലേ എൻ്റെ അനുഭവം? ശങ്കുണ്ണി നായർ തൂണും ചാരിയിരുന്നു. തോർത്തഴിച്ചു വീശി തുടങ്ങി. ഈ കുട്ടി എന്താ അങ്ങനെ പരോശായത്? ഇതിന് ഗ്രഹണി ഉണ്ടാ? അയാൾ ദേവകിയോട് ചോദിച്ചു. ദേവകി അയക്കോലിൽ നനഞ്ഞ തുണികൾ ഉണക്കാനിടുകയായിരുന്നു. അവൾ നീരസത്തോടെ ശങ്കുണ്ണി നായരെ തുറിച്ചു നോക്കി. വരട ശല്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇങ്ങനെ പരോശാവില്ല. ശങ്കുണ്ണി നായർ എൻ്റെ ഉടുപ്പ് പൊക്കി വയറു തലോടിക്കൊണ്ട് പറഞ്ഞു. അതിന് വേറെ ഇല്ല, ഗ്രഹണിയില്ല, ദേവകി പറഞ്ഞു. വരല്ലാത്ത കുട്ടികളുണ്ടോ? അതൊന്നും സാരമുള്ളതല്ലേനി. മുത്തങ്ങ ചതച്ചിട്ട് ആട്ടുംപാല് കൊടുത്താൽ മതി. അത് പശുവിൻ്റെ പാലും കൂടി കുടിക്കാൻ കൂട്ടാക്കില്ല. എന്നിട്ട് വേണ്ട ആട്ടുംപാല് കുടിക്കാൻ. കുട്ടി ഒന്നും കഴിക്കില്ല. ഒരു ലേശം വെണ്ണ ചോറിൻ്റെ കൂടെ ആത്താക്കാൻ ഇവിടെ വല്യമ്മ പെടുന്ന പാട്. കുട്ടിക്ക് കേടൊന്നുമില്ല. അതിന് നല്ല നിറവും നല്ല തടി ഉണ്ടായിരുന്നു. കൽക്കത്തെ കൊണ്ടുപോയി ആകെ വടക്കാക്കിയതാ. അത് ശരിയാ, കൽക്കത്തെ കൊണ്ടുപോയി വടക്കാക്കി. ഇപ്പോൾ പണ്ടത്തെ കുട്ടിയാന്ന് തോന്നില്ല, ശങ്കരൻ കോലായിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. കുട്ടിയെ, അവിടെ കുട്ടി നെടിയഴിച്ചോറ ഉണ്ണണ് അതോ പഴയരിച്ചോറ? അവിടെ റേഷനരി അത്രേ, ബാലാമണി അമ്മ പറഞ്ഞു. അരി റേഷൻ വാങ്ങാണെന്ന്. അവിടെ യുദ്ധം നടക്കണേ, ശങ്കരൻ പറഞ്ഞു. കൽക്കത്തയിലും ഉണ്ടോ യുദ്ധം? ശങ്കുണ്ണി നായർ ചോദിച്ചു. യുദ്ധത്തിൻ്റെ കാര്യം പറയരുത് ട്ടാ. യുദ്ധം എന്ന് കേട്ട അപ്പോൾ തുടങ്ങും വയറ്റിൻ്റെ അകത്തോരെ എരമ്പല്, ദേവകി പറഞ്ഞു. അപ്പോൾ യുദ്ധം ഇവിടെ വന്നാലോ? ശങ്കരൻ ചോദിച്ചു. ശങ്കരൻ നമ്മൾ ചോദിച്ച ചോദ്യം നന്നായത്. യുദ്ധം വന്നാലോ അമറാളെ? നിങ്ങൾ അപ്പോൾ എന്താ ചെയ്യുക? ഉണ്ണിമായ മുറ്റത്തു നിന്ന് ചോദിച്ചു. അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്തേക്ക് പോവൂ, ദേവകി പറഞ്ഞു. യുദ്ധം നന്നമുക്കിലും വരൂ. പട്ടാളക്കാർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ വേദ്യം ചെയ്യൂ, ശങ്കരൻ പറഞ്ഞു.
അയ്യോ ഇക്ക് വെയ്യേ, എൻ്റെ കാല് തളരണൂലോ, ദേവകി പറഞ്ഞു. അവൾ കോലായിൽ കാൽ നീട്ടിയിരുന്നു കൊണ്ട് എന്നെ നോക്കി കണ്ണുനീർ പൊഴിച്ചു. ദേവകി കരഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്രാൾക്ക് എപ്പോഴും കരച്ചിലും പൊഴിച്ചിലും, യുദ്ധം വരണുണ്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ തന്നെ കരഞ്ഞു തുടങ്ങണ. ഓ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ചു, നമ്മൾ എപ്പോഴെങ്കിലും ചാവും ചെയ്യും, ചാവാത്തവരില്ലല്ലോ, പിന്നെ ഇപ്പോൾ തന്നെ അതും പറഞ്ഞു കരഞ്ഞിട്ടെന്താ. ശങ്കുണ്ണി നായർ എന്നെ അടുപ്പിച്ച് നിർത്തി എൻ്റെ കാതിൽ മന്ത്രിച്ചു. കുറച്ച് വാസന പുകല തരുമോ? അമ്മാമൻ്റെ ചെല്ലത്തിലുണ്ടാവൂ, അമ്മാമൻ കാണാണ്ട് കൊണ്ടുവന്ന് തരുമോ കുട്ടിയെ? ഇല്ല, ഞാൻ പറഞ്ഞു. എന്നോട് എന്താ കുട്ടിക്ക് ദേഷ്യം? ഞാൻ കുട്ടിക്ക് മെച്ചിങ്ങോണ്ട് വണ്ടി ഉണ്ടാക്കാറില്ലേ? ഇന്നലെ ഓലപ്പീപ്പി ഉണ്ടാക്കി തന്നില്ലേ? നല്ല കുട്ടിയല്ലേ, കുറച്ച് പുകല കൊണ്ടുവന്ന് തരില്ലേ? ഇല്ല, ഒരു നുള്ളു പുകല ചെല്ലത്തുനിന്ന് എടുത്ത് ആകാശം ഇടിഞ്ഞു വീഴോ കുട്ടിയെ? നിങ്ങൾക്ക് പുകല വേണമെങ്കിൽ അതിന് കുട്ടിയെ ഉപദ്രവിക്കണ? വല്യമ്മയുടെ ചെല്ലത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന് തരാൻ പുകല, ദേവകി പറഞ്ഞു. അത് സാധാരണ പുകലയല്ലേ, എനിക്ക് വാസന പുകല തിന്നാൻ ഒരു പൂതി. കുറേ ദിവസമായി എൻ്റെ വായിൽ അശേഷം വെള്ളമില്ല, തൊണ്ടയിലും വെള്ളമില്ല, പൂഴിമണ്ണ് നിറച്ചന്തി ഒരു തോന്നലാ. ഇതൊരു സൂക്കടാ. ഞാൻ പോയി ശങ്കുണ്ണി പണിക്കരെ കണ്ടു, കഷായത്തിന് കുറിപ്പ് എഴുതി തന്നു. ശങ്കുണ്ണി പണിക്കർക്ക് അറിയാത്ത വൈദ്യമല്ല, പക്ഷെ എന്താ കാര്യം, ഫലിക്കില്ല. കുരുത്തക്കേട് സമ്പാദിച്ചു വെച്ചെടുക്കുക, സ്വന്തം ഗുരുനാഥനെ അപമാനിച്ചുത്രേ, അതുകൊണ്ടാ ചികിത്സ വലിക്കാത്തതേ. ചികിത്സ വലിക്കില്ലെങ്കിൽ നിങ്ങളെന്തിനാ പണിക്കരുടെ അടുത്ത് പോണ്? പോവാണ്ട് പറ്റുമോ? ശങ്കുണ്ണി പണിക്കർ നമ്മുടെ നാട്ടുകാരനല്ലേ, അയാളുടെ കുടുംബത്തിൽ വല്ല അടിയന്തരം ഉണ്ടാവുമ്പോൾ എന്നെ വിളിക്കില്ലേ? എൻ്റെ വീട്ടിൽ അടിയന്തരം ഉണ്ടാവുമ്പോൾ ശങ്കുണ്ണി പണിക്കർ വരാണ്ടിരിക്കുമോ? അപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പാ. ശങ്കുണ്ണി പണിക്കർക്ക് അല്ലാച്ചാൽ ചികിത്സ വലിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശങ്കുണ്ണി പണിക്കരുടെ കഷായം സേവിക്കൂല്ലേ? ദേവകി ചോദിച്ചു. അവൾ നീട്ടിയ മോര് ധൃതിയിൽ കുടിച്ചു തീർത്ത് തോർത്തുകൊണ്ട് തൻ്റെ മുഖം തുടച്ച് ശങ്കുണ്ണി നായർ മന്ദഹസിച്ചു. ഞാൻ ഈ നാട്ടിലാണ് ജനിച്ചത്, ഈ നാട്ടിലെ വൈദ്യൻ്റെ കഷായം തന്നെ ഞാൻ കുടിക്കൂ. ശങ്കുണ്ണി പണിക്കരെ അലോഗ്യമാക്കാൻ തയ്യാറില്ല, ഈ ജന്മം തയ്യാറില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാ. എന്നാ നിങ്ങൾ എത്തോളി, സൂക്കട് മൂത്ത് എത്തോളി. ശങ്കുണ്ണിയാരി എത്താൻ നിങ്ങൾക്ക് ചേതല്ല അല്ലേ? ശങ്കരൻ ചോദിച്ചു. എനിക്ക് ആര് എത്താലും ചേതല്ല. ആര് എത്താലും ചേതല്ല അല്ലേ? ഇൻ്റോടത്തെ വല്ലവരും ചത്താലല്ലേ എനിക്ക് ചേത്തുള്ളോ? അപ്പോൾ നിങ്ങളൊരു ചന്ദ്രികയാ അല്ലേ? രമണനെ ചതിച്ച ചന്ദ്രികയുടെ കൂട്ടത്തിലാണല്ലോ നിങ്ങളും. തോന്നിയാസം പറയണ്ട, കുട്ടി കേട്ടോണ്ടിക്കണ്ട്. ശങ്കരൻ എൻ്റെ മുടിയിൽ മെല്ലെ തലോടി. ഇവിടുത്തെ അമ്മണിയമ്മ പാടുന്ന പാട്ട് കുട്ടി കേട്ടിട്ടില്ലേ? രമണൻ്റെ പാട്ട്. ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ. അത് തോന്നിയാസപ്പാട്ടാ. അത് നല്ല പാട്ടാ, ഞാൻ ശങ്കരനോട് പറഞ്ഞു. അപ്പോഴോ? ശങ്കരൻ ദേവകിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ദേവകി തൻ്റെ പിന്നിൽ നിന്ന് 1.5 വാൽ വലിച്ച് ശരിയാക്കി കുത്തി. എന്നിട്ട് തലമുടി അഴിച്ചു കെട്ടി. നല്ല പാട്ടായിരിക്കും, എനിക്ക് ആ പാട്ട് ഇഷ്ടമില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഇഷ്ടമാവണ പാട്ടൊന്നും ഇഷ്ടമില്ല. നിങ്ങൾക്ക് പിന്നെ എന്ത് പാട്ടാ ഇഷ്ടം? കാർത്താഴി ടീച്ചർ പഠിപ്പിച്ച പാട്ട് ദേവകിക്ക് ഇഷ്ടമാണില്ലേ? ഞാൻ ചോദിച്ചു. അതേത് പാട്ടാ? ശങ്കുണ്ണി നായർ ചോദിച്ചു. ബാലകൃഷ്ണൻ ചെയ്ത ലീലയെ പാരടി സഖി അന്ത കൂരടി സഖി. ഞാൻ പാടി. ഇതെന്തൊരുട്ട പാട്ടാ? ഈ കുട്ടി എന്നെ എന്തിനാ ഇവിടുത്തെ സ്കൂളിലേക്ക് അയക്കുന്നത്? കുട്ടിയാകെ വഴക്കാവും, ശങ്കുണ്ണി നായർ ഉറക്കെ പറഞ്ഞു. അമ്മമ്മ കേൾക്കണമെന്ന് കരുതി അയാൾ കോണിപ്പടിമേൽ കണ്ണയച്ചുകൊണ്ട് ഉറക്കെ സംസാരിച്ചു തുടങ്ങി. വെഞ്ചിൽ ജോനോമാരുടെ നടുക്ക് കുത്തിരിക്കുക ഈ കുടുംബത്തിലെ കുട്ടി എന്തിനാ അയക്കണ്? ആരാ ജോനോമാര്? ഞാൻ ചോദിച്ചു. കുട്ടി അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും ഇരിക്കണവരേ, അവരാ ജോനോമാര്. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട്. ഇന്നലെ രാവിലെ ഞാൻ ശേഖര തൈര് വാങ്ങാൻ ഏർത്ത കുഞ്ചാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്കൂള് വെല്ലടിച്ചിട്ട് അയ്യപ്പ ഇരുമ്പുവാടിയും കൊണ്ട് മടങ്ങുക. 10 മണി കൃത്യം. അപ്പോൾ ഞാൻ കണ്ടു ഈ കുട്ടി മുമ്പിലത്തെ ബെഞ്ചിൽ 2 യോനോമാരുടെ നടുക്ക് കുത്തിയിരിക്കണു. ഇടത്തെ ഭാഗത്ത് ആ മൊട്ടത്തലയ മൊയ്തി, കടപ്പുറത്തെ പൂയിസ്ലാംമാരില്ലേ അവരുടെ കൂട്ടത്തിലെയാ മൊയ്തി.
വലത്തെ ഭാഗത്ത് ആരാ നിശണ്ടോ? നമ്മുടെ തടത്തിലെ മൂസയുടെ മകൻ അവ്വുണ്ണി. മൂസ മര്യാദക്കാരനാ, അന്തസ്സുള്ള കൂട്ടത്തിലാ. എന്നാലും ഞാൻ ആദ്യം നോക്കണ്ടിനാ. ഇനി ആ കുഞ്ഞുണ്ണി നമ്പീശനെ ഇവിടെ വിളിപ്പിച്ച് കുറച്ച് സംസ്കൃതം പഠിപ്പിച്ചാൽ പോരെ? ഇവിടെ ഉള്ളവരൊക്കെ പുറത്തു പോയി പഠിച്ചിട്ടില്ലല്ലോ. അയച്ചോളാം, ചീത്ത പേര് കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ കുട്ടിക്ക് 7 വയസ്സ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോ തന്നെ അതിന് ചീത്തപ്പേര് വരുന്നു. നിങ്ങൾ എന്തിച്ചിട്ടാ പറയണത് ശങ്കുണ്ണിയാരെ? ശങ്കരൻ ചോദിച്ചു. സ്കൂളിലേക്ക് അയച്ചോളണ്ടോ? യോനോമാരും നസ്രാണികളും ബലേരും ഒക്കെ കുട്ടിയെ തൊട്ടുരുമി ഇരുന്നോട്ടെ. ഇവിടെ ഉള്ളവർക്ക് അതുകൊണ്ട് ഇടങ്ങറില്ലെങ്കിൽ ഇക്കെന്തിനാ ഇടങ്ങറ്? പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ഫോൺ എടുത്താൽ ഉടനെ നമ്പർ പ്ലീസ് എന്ന് വിളിച്ചു പറയുന്ന സ്ത്രീ ശബ്ദത്തിനോട് പറയണം, PK162OPK1620. അതിനുശേഷം കണക്ഷൻ കിട്ടുന്നതുവരെ കാത്തിരിക്കണം. അച്ഛൻ്റെ ഓഫീസിലെ ടെലിഫോൺ ഓപ്പറേറ്റർ ഭട്ടാചാര്യ എന്ന മധ്യവയസ്കനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വരം ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. അദ്ദേഹത്തോട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് ചില തെമ്മാടികൾ ഫോണിൽ കൂടി ശൃംഗരിക്കാറുണ്ടെന്ന് അപ്പുവേട്ടൻ തൻ്റെ സ്നേഹിതൻ പിച്ചിരിക്കോട്ട് ബാലൻ നായരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അപ്പുവേട്ടനെയും ബാലൻ നായരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു. അവർ എന്തുകൊണ്ട് അത്ര കണ്ട് സന്തോഷിച്ചു ചിരിക്കുന്നു എന്ന് ഞാൻ അന്നൊക്കെ അമ്മയോട് ചോദിക്കാറുണ്ടായിരുന്നു. ശൃംഗരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ചോദിച്ചു. സ്ത്രീകളോട് അവരുടെ സൗന്ദര്യത്തെപ്പറ്റി പുകഴ്ത്തി സംസാരിക്കുക, ശ്ലോകം ചൊല്ലി വർണ്ണിക്കുക, ഇതൊക്കെയാണ് ശൃംഗാരം, അമ്മ പറഞ്ഞു. പിന്നീട് ഒരു ദിവസം അച്ഛൻ പ്രാതൽ കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ ഓഫീസിലെ ഭട്ടാചാര്യയെ ഓരോരുത്തർ ശ്ലോകം ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട്. ഭട്ടാചാര്യയോട് ശ്ലോകം ചൊല്ലുകയോ? നീ എന്ത് നോൺസെൻസ് ആണ് പറയുന്നത്? ഈ കുട്ടിക്ക് എന്താ തലയ്ക്ക് സുഖല്ലേ? പിച്ചിരിക്കാട്ട ബാലൻ നായരും അപ്പുവേട്ടനും കൂടി പറഞ്ഞതാ. അപ്പുവേട്ടനും ബാലൻ നായരും ധൃതിയിൽ വീട് വിട്ട് പുറത്തിറങ്ങി. ഇനിമേലിൽ തങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കരുതെന്നും അഥവാ ശ്രദ്ധിച്ചാൽ തന്നെയും സംഭാഷണ വിഷയങ്ങളൊന്നും അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കരുതെന്നും അപ്പുവേട്ടൻ അന്ന് എന്നോട് പറഞ്ഞു. കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ വർത്തമാനം അല്ലടോ ഞങ്ങളുടെ വർത്തമാനം. അത്തരം പ്രസ്താവനകൾ എന്നിൽ ഒരസ്വസ്ഥത സൃഷ്ടിച്ചു. അടുക്കളയിൽ വെപ്പുകാരനും വേലക്കാരിയും കൂടി പിറുപിറുക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നാൽ അവരിൽ ഒരാൾ പറയും, കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയതല്ല ഞങ്ങൾ പറയണ കഥ, കുട്ടി ഉമ്മർത്ത് പോയി കളിച്ചാട്ടെ. മുകളിൽ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ ആ രംഗത്തെത്തിയാൽ ഉടനെ അച്ഛൻ പറയും, ചുവട്ടിൽ പോയി വടിക്ക്, വലിയവർ പറയണത് കേട്ട് നിൽക്കാൻ പാടില്ല, ആടി കിട്ടും. കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ വർത്തമാനങ്ങൾ കുഞ്ഞാത്തു മാത്രമാണ് പറഞ്ഞിരുന്നത്. മൂത്രത്തിൻ്റെ ഗന്ധമുള്ള കരിമുറിയിൽ കയറ്റുകട്ടിലിൽ ഒരു വല ബനിയനും കാക്കി ഷോർട്ട്സും ധരിച്ച് മലർന്നു കിടന്നുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലേശം കടുകെണ്ണ കിട്ടിയ കാലുമല് ചുഴിയായിരുന്നു. രാത്രിയിൽ ഒരുറക്കം കഴിഞ്ഞ് മുള്ളാണിക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ വയ്യ, ഉരുണ്ട് കയറൽ ചരടിട്ട് വലിക്കണ പോലെ ഒരു വലി തോന്നണത്. എൻ്റെ വയസ്സ് 70. ഞാൻ പറഞ്ഞു 60. വയസ്സായി ഇരിച്ചിട്ട് ആപ്പീസുന്നാ പിരിച്ചയക്കണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ കാശ് കിട്ടിയിട്ടാ കോട്ടപ്പടിയിൽ ഒരു കുടുംബം കഴിയണത്. കുട്ടിക്ക് അതിശുണ്ടാ. കയറ്റുകെട്ടിലിൻ്റെ തലക്കൽ ഇരിക്കുവാൻ കുഞ്ഞാത്തു എന്നെ അനുവദിച്ചു. മുറിയിലെ അന്ധകാരം ക്രമേണ നേർത്തു വരുന്നതായി എനിക്ക് ആദ്യത്തെ 5-6 നിമിഷങ്ങൾക്കു ശേഷം അനുഭവപ്പെട്ടു. പിന്നീട് ആ മുറിയിലെ സാമഗ്രികളെല്ലാം തന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് കഴിഞ്ഞു. ഒരു മൂലയിൽ കെട്ടിയ കയറിൽ നീല വരയുള്ള ഷർട്ട്, കാക്കി കാലുറ, കറുത്തു തുടങ്ങിയ തോർത്ത് മുതലായവ തൂങ്ങിക്കിടന്നിരുന്നു. മറ്റൊരു മൂലയിൽ 3 തുടുത്ത പനിനീർ പൂക്കളുള്ള പച്ചപ്പെട്ടി, അതിൻ്റെ അടുത്ത് ഓടുവാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ബൂട്ട്സുകളുടെ ഉള്ളിൽ ചുരുണ്ടുകൂടിയ ചുവന്ന സോക്സുകളുടെ ഗന്ധവും ഇടയ്ക്കിടെ എൻ്റെ നാസാരന്ധ്രങ്ങളിൽ തത്തിയെത്തി. കട്ടിലിൻ്റെ കീഴിൽ ഒഴിഞ്ഞ വെളിച്ചെണ്ണ പാട്ടകൾ, അടപ്പില്ലാത്ത ഒരു മൺഭരണി, വാറു പൊട്ടിയ ഒരു ചെരുപ്പ് മുതലായവ നിരത്തി വെച്ചിരുന്നു. കുഞ്ഞാത്ത് എന്തിനാ ഒഴിഞ്ഞ ടിന്നൊക്കെ കട്ടിലിൻ്റെ അടിയിൽ വെച്ചത്? ഞാൻ ചോദിച്ചു.
ഇതിനൊക്കെ ആവശ്യം വരും കുട്ടിയെ. എപ്പോഴാ ഓരോന്നിനും ആവശ്യം വരാമെന്ന് ആർക്കാ നിശ്ചയം? കുഞ്ഞാത്തൊന്നും കളയില്ല കുട്ടിയെ. ബാക്കിയുള്ളവർ കളാണതൊക്കെ ഞാൻ പറക്കി കൊണ്ടുവരും. ഈ പാട്ടയിലൊക്കെ അരിയും പരിപ്പും വെച്ചൂടെ? ഞാൻ തലകുലുക്കി. ശരിയാ, ഞാൻ പറഞ്ഞു. കോട്ടപ്പടിക്ക് ലീവിൽ പോകുമ്പോൾ കുഞ്ഞാത്തു ഇതൊക്കെ കൊണ്ടുപോകും കുട്ടിയെ. അച്ഛൻ്റെ പൊട്ടിയ ചെരുപ്പും കൊണ്ടുപോകുമല്ലേ? പിന്നെയോ കൊണ്ടുപോകും. കുട്ടിയുടെ അച്ഛൻ ഒരു മഹാപുരുഷനാണ് കുട്ടിയെ. എൻ്റെ കുടുംബക്കാർ കഞ്ഞിയുടെ വെള്ളം കുടിക്കണത് അദ്ദേഹത്തിൻ്റെ സമ്മൻസുകൊണ്ടാ. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ഞാൻ പ്രാർത്ഥനാമുറിയിൽ വെക്കും കുട്ടിയെ. പിള്ളേരെ അതുമ്മലും മുത്തം വെക്കട്ടെ. അങ്ങനെയെങ്കിലും അവറ്റയ്ക്ക് ഇത്തിരി കുരുത്തം കിട്ടട്ടെ. ഔസേപ്പ് പുണ്യാളൻ്റെ ഫോട്ടം വെച്ചെടുത്ത് ഞാൻ കുട്ടിയുടെ അച്ഛൻ്റെ ചെരുപ്പ് വെക്കും. എൻ്റെ നെഞ്ച് പൊളിച്ചാൽ കാണാൻ കുട്ടിയെ കുട്ടിയുടെ അച്ഛൻ്റെ രൂപോ. ദൈവമാണ് കുട്ടിയെ. കുട്ടിയുടെ അച്ഛൻ ആരാന്ന് കുട്ടിക്ക് ഇഷ്ടണ്ടാ? അച്ഛ ആരാ? ഞാൻ ചോദിച്ചു. അതേപ്പോൾ നന്നായത്. ഞാൻ പറയണതൊന്നും തലേ കയറില്ലേ? രാമായണം മുഴുവനും കേട്ട് രാമനക്ക് സീത എപ്പടിന്ന് ചോദിച്ച ചങ്ങായിയുടെ കഥ കുട്ടി കേട്ടിട്ടില്ലേ? അതുപോലെയല്ല കുട്ടിയുടെ ചോദ്യം. കുട്ടിയുടെ അച്ഛൻ ആരാന്ന് ഞാൻ പറഞ്ഞു തരണ? കുട്ടിയുടെ അച്ഛനെ പറ്റി അറിയാത്തവർ ഈ ഭൂലോകത്തില്ല. യുദ്ധം കാരണം പെട്രോള് കിട്ടാണ്ടായപ്പോൾ കുട്ടിയുടെ അച്ഛൻ കണ്ടുപിടിച്ചതല്ലേ ഇപ്പോൾ കാർമലും ലോറിയിലും ഒക്കെ വെക്കണ ഗ്യാസ് പ്ലാന്റ്. കാറിൻ്റെ പിന്നാമ്പുറത്ത് ഓരോ ഗ്യാസ് പ്ലാന്റ് കെട്ടി വെച്ചാൽ പിന്നെ പെട്രോളിൻ്റെ ആവശ്യമില്ല. ഈ കണ്ടുപിടുത്തത്തിന് തന്നെ കൊടുക്കണം കുട്ടിയെ അദ്ദേഹത്തിന് വീരശൃംഖല. പണ്ട് രാജാക്കന്മാരും പാട്ട് എഴുതുന്നവർക്കും പട്ടാളക്കാർക്കും ഒക്കെ കൊടുത്തിരുന്നു ഓരോ വീരശൃംഖല. 28 പവൻ്റെ സ്വർണം കൊണ്ടാ വീരശൃംഖല ഉണ്ടാക്കണതേ. എടുത്താ പൊട്ടില്ല കുട്ടിയെ. കുഞ്ഞാത്തൂൻ്റെ കയ്യിൽ വീരശൃംഖല ഉണ്ടോ? അയ്യോ എൻ്റെ കുട്ടിയെ, കുഞ്ഞാത്തൂന് ആരാ വീരശൃംഖല തരിക? കുഞ്ഞാത്തൂന് ഒരു വീടിക്കുറ്റി വാങ്ങിത്തരാനും കൂടി ഈ ലോകത്തിൽ ആരും ഇല്ല കുട്ടിയെ. നാളെ ആ പഹയനോട് ഞാനൊരു വീട് ചോദിച്ചപ്പോൾ അയാൾ ഇന്നെ നോക്കി മൊച്ചക്കൊരങ്ങനെ പോലെ കൊഞ്ഞനം കേട്ടുക. ആരാ കൊഞ്ഞനം കേട്ടിയത്? ഞാൻ ചോദിച്ചു. ഞാൻ ആരുടെ പേര് പറയണില്ല. ഞാൻ കാരണം ആർക്കും ചീത്ത പേര് വരണ്ട. എനിക്ക് ആരോടും ഇടയാണ്ട് ഇവിടെ ജീവിക്കണം. ഞാൻ ആരുടെയും കാര്യത്തിൽ തലയിടില്ല. എൻ്റെ കാര്യത്തിൽ ആരും തലയിടും വേണ്ട. അത്രയേ എനിക്ക് നിർബന്ധമുള്ളൂ. കുട്ടിക്ക് ആവശ്യമുണ്ടാവും. ആരോടും പറയാണ്ട് ആത്ത് വെച്ചാ ശ്വാസം മുട്ടിച്ചാവൂ. കോഴിക്കോട്ടെ ഡോക്ടർ ബി മേനെ പറ്റി കുട്ടി കേട്ടിട്ടില്ലേ? എൻ്റെ ഏമാനായിരുന്നു. അദ്ദേഹം പറയാ കരയണത് നല്ലതാ. കരയാണ്ടേ സങ്കടമൊക്കെ ആത്ത് വെച്ചാൽ ഹൃദയസ്തംഭനം വരുമെന്ന്. ഹൃദയസ്തംഭനം എന്ന് വെച്ചാൽ എന്താ? ഞാൻ ചോദിച്ചു. ഹൃദയമില്ലാത്ത മനുഷ്യനില്ലല്ലോ. അത് കുട്ടിക്കറിയാലോ. ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു പന്തിൻ്റെ എന്തി ഉരുണ്ടിട്ട് ഒരു സാധന ചോന്നൊരു പന്തിൻ്റെ എന്തി. അതിൻ്റെ അകത്താ നമ്മുടെ വിചാരങ്ങളൊക്കെ. ആവി കണ്ടിട്ടില്ലേ? ആവി പോലെയാ വിചാരങ്ങൾ. അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇനി കൊള്ളില്ല എന്നാവുമ്പോൾ പന്തിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. ഏറുവടക്കം പോലെ പൊട്ടണ പോലെ ഉറക്കിയ ഹാർട്ട് പൊട്ടുക. കോഴിക്കോട്ടെ ജനറൽ ആസ്പത്രിയിൽ എൻ്റെ ഭാര്യയുടെ ഒരമ്മാമൻ കിടന്നായിരുന്നു. മൂൽക്കുരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കായിരുന്നു. 2 ദിവസം കിടന്നു. അപ്പോൾ ഞാനായിരുന്നു മൂപ്പർക്ക് കൂട്ടിന്. ഞാൻ കേട്ടുട്ടാ ഹൃദയസ്തംഭനത്തിൻ്റെ ശബ്ദം. ഏറുവടക്കം പൊട്ടണ പോലെ ഇട്ടൊന്നൊരു ശബ്ദം. എൻ്റെ കർത്താവേ, ഞാൻ ആകെ വിറച്ചുട്ടാ. അടുത്ത വാർഡിൽ ഒരു രോഗി മരിച്ചതാ. പെട്ടെന്ന് അയാടെ വന്തോട്ടി. എന്തോ ഒരു കൂട്ടക്കരച്ചിലേർന്ന് അവിടെ. അയാടെ ഭാര്യയും കുട്ടിയോളും ഒക്കെ കൂടി നഞ്ഞ തടിച്ച് നിലോളി തുടങ്ങി. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മാമ്മൻ പറയാ ഇന്ന വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന്. മൂപ്പര് പേടിച്ചു. മൂപ്പരുടെ ബന്ധം പൊട്ടിയാലോ. കുഞ്ഞാത്തൂൻ്റെ ഭാര്യ മരിച്ചാലോ? മരിച്ചാൽ മരിക്കട്ടെ എന്ന്. ജനിച്ചാൽ അപ്പോഴെങ്കിലും മരിക്കണ്ടേ? കമ്പി വന്നാൽ പോവാനുള്ള കാശ് ഞാൻ കരുതിയിട്ടുണ്ട്. കുട്ടി ആരോടും പറയണ്ട. ആ പച്ച ഇരുമ്പ് വെട്ടിയിൽ കടലാസിൽ ഒതിഞ്ഞ് വെച്ചെടുക്കുക. ആകെ കൂടി 100 ഉറുപ്പ്യുണ്ട്. ഇവിടെയുള്ള പണ്ടാരം പിടിച്ചോര്. ഞാൻ ആരെ പറ്റിയാ പറയണമെന്ന് കുട്ടിക്ക് മനസ്സിലായില്ലേ? അറിഞ്ഞാൽ എൻ്റെ വെട്ടിയുടെ പൂട്ട് കുത്തി തുറന്നാൽ കാശും ഓട്ടിക്കും. കമ്പി വന്നാൽ പിന്നെ അറിയിക്കണോ? ഞാൻ കമ്പനിയിലാണെങ്കിൽ കുട്ടിക്ക് ഫോൺ ചെയ്യണോ? PK1620 എന്ന് പറഞ്ഞാൽ ഉടനെ കിട്ടും. അപ്പോൾ പറയണം ഐ വാണ്ട് CK മാത്യൂസ് പ്യൂൺ എന്നൊന്നും പറയണ്ട. എല്ലാവർക്കും ഇന്നെ നല്ലോണം അറിയാം. എല്ലാവർക്കും ചായ കൊണ്ടുകൊടുക്കണത് ഞാനാ കുട്ടിയെ. അതുകൊണ്ട് ഇന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ്.
കാളിബാബുവിനോട് ഇന്നെപ്പറ്റി ചോദിച്ചു നോക്കിക്കോളോ. സിക്ക മാത്യൂസ് വെരി ഗുഡ് മാൻ എന്ന് പറയാണ്ടിരിക്കില്ല. പിന്നെ KS മേനോൻ, മേന് എന്നെ ജീവനാ. ഇന്ന അരമണിക്കൂറിന് കണ്ടില്ലെങ്കിൽ മേൻ കിടന്ന് പരക്കം പാച്ചിൽ തുടങ്ങും.